നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റിയുടെ അനലൈസിസ് ചെയ്യും. ഈ അനലൈസിസ് നാളത്തേക്കുള്ള അനലൈസിസ് ആണ്. നമ്മൾ ഷെയർ ചെയ്യുന്ന ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് നിഫ്റ്റി ചാർട്ടിലേക്ക് കിടക്കാം. നിഫ്റ്റി ചാർട്ടിൽ കിടക്കുന്ന മുന്നേ എനിക്ക് നമ്മുടെ റെഗുലർ വ്യൂവേഴ്സിനോട് ചോദിക്കാനുണ്ട്, എങ്ങനെയായിരുന്നു ഇന്നത്തെ ട്രേഡ്? എനിക്കറിയാം, ആക്ച്വലി നമ്മുടെ മോസ്റ്റ്ലി ആളുകൾ ഇത് കണ്ടിട്ട് പേടിച്ചു പോകും. തേർഡ് വേവിൻ്റെ പ്രോപ്പർലി ഇന്നലെയും ഞാൻ പറഞ്ഞായിരുന്നു, തേർഡ് വേവ് ഈസ് എ ബുള്ളിഷ് വേവ്, എയർ വേവ്. ആ വേവ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിലാണ് നമ്മൾ എൻട്രി എടുക്കേണ്ടത്. ഇന്നലത്തെ വീഡിയോ കണ്ടില്ലെങ്കിൽ ഒന്നുകൂടി കാണണം. എക്സ്റ്റെൻഡഡ് ഫിബനാച്ചി വെച്ചിട്ടാണ്. സ്റ്റിൽ ഇത് തേർഡ് വേവ് ആണ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞേക്കാം, സ്റ്റിൽ തേർഡ് വേവ് ആണ്. ഒരു വീക്ക്നെസ് സൈൻ ഇല്ല, ഒന്നും കാണുന്നില്ല. സ്റ്റിൽ തേർഡ് വേവ് ആണ്. ആൻഡ് പ്രോപ്പർ 127%. ഇന്നലത്തെ വീഡിയോയിൽ സ്റ്റാർട്ടിങ് തന്നെ ഒരു വീഡിയോയുടെ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായുള്ളൂ. ആ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് തന്നെ ഞാൻ എടുത്തു പറഞ്ഞായിരുന്നു, നമ്മുടെ എക്സ്റ്റെൻഡഡ് ഫിബനാച്ചി വെച്ചിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൈസ് 81.20%, 100% ആൻഡ് 127% ഒരു ആവറേജ് ടാർഗറ്റാണ്. അതെന്തായാലും ആവറേജ് ആണ്, മീഡിയം ടാർഗറ്റ് മീൻസ് അവിടെ എന്തായാലും വന്നിരിക്കും. അതിൻ്റെ അഭാവം ഇനി പ്രൈസ് ബുള്ളിഷ് ആണെങ്കിൽ അവർ മുകളിൽ ഇനി കിടക്കുന്നുണ്ട്. അതാണ് തേർഡ് വേവിൻ്റെ ഒരു പവർ എന്ന് പറഞ്ഞാൽ. തേർഡ് വേവിൻ്റെ പവർ മനസ്സിലാക്കണം. തേർഡ് വേവ് എന്ന് പറഞ്ഞാൽ ഒരു എയർ വേവ് ആണ്. എയർ എന്ന് പറഞ്ഞാൽ എയർ അറിയാലോ, എത്ര വേണമെങ്കിൽ പോകും. അതാണ് തേർഡ് വേവിൻ്റെ പവർ. ബാക്കി എല്ലാത്തിനും ലിമിറ്റ് ഉണ്ടാവും. ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, ഫോർത്ത് വേവ്, ഫിഫ്ത്ത് വേവ്, അതൊക്കെ ലിമിറ്റേഷൻസ് ഉണ്ട്. തേർഡ് വേവിൽ ലിമിറ്റേഷൻസ് ഇല്ല, എക്സ്റ്റെൻഡഡ് ആണ്. എക്സ്റ്റെൻഡഡ് എന്ന് ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലല്ല, അവരുടെ കയ്യിലാണ്. അവർക്ക് എത്ര വേണമെങ്കിൽ അത് കൊണ്ടുപോകും. ഓക്കെ, ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഉണ്ട് ഇവിടെ. ഐ തിങ്ക് 361.80% നോർമൽ അങ്ങനത്തെ ഒരു ലിമിറ്റ് ഉണ്ട്. അതിൻ്റെ അഭാവം കൂടിയാണ്. ബട്ട് ഇത്ര വരെ ആണ് ലിമിറ്റ് കണ്ടിരിക്കുന്നത് യൂഷ്വലി. പക്ഷേ ഇപ്പോൾ ഇനി പറയാനുള്ളത് എന്താണ്, ഈ ഏരിയ കണ്ടോ 127.10% ഇന്നടിച്ച ഹൈ. ഓക്കെ, അത് പെർഫെക്റ്റ്ലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ന് എക്സാക്ട് ഹൈ ആണെന്ന് വെച്ചേക്കാം. ഞാൻ പറഞ്ഞില്ല, എക്സാക്ട് ഹൈന്ന് മാത്രമേ അവർ റിജക്ഷൻ എടുക്കുകയുള്ളൂ. അല്ലാണ്ട് ഇന്നലെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ നിന്ന് പകുതി നീ റിജക്ഷൻ എടുക്കുന്നു ഇല്ല. ഇത് റിജക്ഷൻ എടുക്കുന്നത് ജസ്റ്റ് ഒരു ഷോ ഓഫാണ്. മുകളിലേക്ക് വീണ്ടും കൊണ്ടുപോയിട്ട് എവിടെ നമ്മുടെ ഈ 100% അവിടെ കൺസോളിഡേഷൻ ഇന്ന് നടന്നു, വീണ്ടും ബ്രേക്ക് ഔട്ട് തന്നു. സോ ഇനി എക്സാക്ട് ഹൈ അടിച്ചേക്കാനാണ് ഇത്. പ്രോപ്പർലി നമ്മൾ ഈ എക്സ്റ്റെൻഡ് ഫിബർ വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾ എക്സാക്ട് ഹൈ ആണ് അടിച്ചേക്കാനാണ്. ആ പ്രോപ്പർ എക്സാക്ട്ലി അത് തന്നെയാണ്. സോ റിജക്ഷൻ തരുവാണെങ്കിൽ ഇവരുടെ തരുള്ളൂ. ഇനി ഇൻ കേസ് ഇതിൻ്റെ പ്രൈസ് സ്റ്റേൻ അവിടെ പിന്നെ വീണ്ടും ഫർദർ തേർഡ് വേവിലേക്ക് തന്നെ വീണ്ടും കൊണ്ടുപോകും. ഓർ നാളത്തെ ഇനി ഓപ്പണിംഗ് ആണ് ഡിപ്പെൻഡ് ഫർദർ. ഓക്കെ, സോ ഞാൻ ഇപ്പോൾ സ്റ്റിൽ ഒന്നും ബിയറിഷില്ല. ഇത് കണ്ടോ, ഈ ചാനൽ കണ്ടോ, സ്റ്റിൽ ഈ ചാനലിൽ കണ്ട പെർഫെക്റ്റാണ്. ഈ ചാനലിൽ റെസ്പെക്ട് ചെയ്യുന്നത് കണ്ട. ഇന്നലെ ഈ ചാനലാണ് ഞാൻ കൊടുത്തത് കണ്ട. സോ പെർഫെക്റ്റ്ലി ആണ് ഈ ചാനൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ഒരു അതില്ല. ഇനി തേർഡ് വേവ്, ഇനി പ്രൈസ് താഴേക്ക് വന്നാൽ തേർഡ് വേവ് തന്നെ ഉണ്ടാവും. കാരണം ഈ ചാനലിൽ ബ്രേക്ക് ഡൗൺ ആവുന്നവരെ തേർഡ് വേവ് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് കൗണ്ട് ചെയ്യും, ഇവിടുന്ന് കൗണ്ട് ചെയ്യും. ഇത് 1 ആയി, ഇത് ഫുൾ 2 ആണ്. തേർഡ് ആണ് പോയി. തേർഡ് വേവിൻ്റെ ഇൻറ്റർണൽ സ്ട്രക്ചറാണ് ഇപ്പോൾ ഇത് തേർഡ്. ഇനി അതിൻ്റെ ഒരു ഫോൾ വരും, ഫോർത്ത്, പിന്നെ ഒരു ഫിഫ്ത്ത്. തേർഡ് വേവിൽ 5 മൂവ്സ് ഉണ്ടാകും. മനസ്സിലായി? ഇതൊക്കെ ഫുള്ള് തേർഡ് വേവിൻ്റെ ഇൻറ്റർണൽ സ്ട്രക്ചറിൽ 3 മൂവ്സ് ആണ് ഉള്ളത്. സോ ഇനി ഒരു ഡിപ്പ് വന്നാലും അത് വീണ്ടും ബൈ ആവും, വീണ്ടും പ്രൈസ് മുകളിലേക്ക് കൊണ്ടുപോകുന്നത്. ഇനി പ്രൈസ് താഴേക്ക് വന്നാൽ ഈ ചാനൽ റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ഇല്ല എന്ന് നോക്കണം. നമ്മുടെ ഈ ചാനലിൽ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇവിടുന്ന് ബൈ ജനറേറ്റ് ആകും ആൻഡ് വീണ്ടും ഫർദർ അപ്സൈഡ് നമുക്ക് കിട്ടും. ഓക്കെ, ഈ ബാക്കി താഴത്തെ ലെവൽസ് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യും. ഇത് ഐ തിങ്ക് കാരണം പ്രൈസ് ഒത്തിരി മുകളിലേക്ക് പോയി, ഇനി അതിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ഇരിക്കാനുള്ളത് 2 ഈ ലെവൽസ് ഇരിക്കട്ടെ. ഏതാ 2 നമുക്ക് നോക്കാനുള്ളത്? ഫസ്റ്റ് വേവിൻ്റെ ഹൈ, ഓക്കെ, ആൻഡ് സെക്കൻഡ് വേവിൻ്റെ ലോ. ഇത് നമുക്ക് എപ്പോഴും നമ്മളെ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കണം. എപ്പോഴും മാർക്ക് ചെയ്യും. നമുക്ക് അപ്പോൾ അറിയാൻ പറ്റും ഫസ്റ്റ് വേവിൻ്റെ ഹൈ ഇതാണ്, സെക്കൻഡ് വേവ്. ആൻഡ് ദെൻ ബാക്കി സ്ട്രക്ചർ നമുക്ക് ഇതാണ്. ഇനി ബാക്കി ലെവൽസ് ഇപ്പോൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യും. ഇനി നമുക്ക് നെക്സ്റ്റ് ഫർദർ അപ്സൈഡ് ഇതിൻ്റെ അഭാവമായിരിക്കും. ഇനി ഫർദർ അപ്സൈഡ് ഇതിൻ്റെ അഭാവമായിരിക്കും. വീക്ക്നെസ് ഒന്നാമത്തെ ചാർട്ടിൽ കാണുന്നില്ല. സ്ട്രക്ചർ ചേഞ്ച് കാണുന്നില്ല. ചേഞ്ച് ഓഫ് ക്യാരക്ടറുടെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. സ്ട്രക്ചറുടെ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. കാണുവാണെങ്കിൽ ഐ തിങ്ക് അറിയാൻ പറ്റും. സ്ട്രക്ചറിൽ വീക്ക്നെസ് ഒന്നുമില്ല. ഫർദർ ഫോൾ ഇനി കിട്ടുവാണെങ്കിൽ ഈ ഒരു ഇവിടെ നിന്നാണ് ഇന്ന് ബ്രേക്ക് ഔട്ട് തന്നെ. ഓക്കെ, 23,070 കണ്ട. ഇത് ബ്രേക്ക് ഔട്ട് ഏരിയ ആയിരുന്നു. ദാറ്റ് മീൻസ് ഹൈ അടിച്ചു, ലോ അടിച്ചു, ദെൻ വീണ്ടും ഇവിടെ നിന്നാണ് ഒരു
പ്രൈസ് വീണ്ടും ബ്രേക്ക് ആവും. സോ അത് നാളത്തേക്ക് ഫർദർ ഒരു സപ്പോർട്ട്, ദാറ്റ് മീൻസ് ആ പ്രൈസ് ഇതിൻ്റെ ബിലോ പോയാൽ വീക്ക്നെസ് തുടങ്ങും. ഈ പ്രൈസ് ഉണ്ടല്ലോ ഇവിടുന്ന് ഗ്യാപ്പ് ആയിട്ടാണ് പോകുന്നത്. ഇത് കണ്ടോ, ഗ്യാപ്പായി വീണ്ടും ഇവിടെ ഒരു കുഞ്ഞ് ഗ്യാപ്പപ്പ്, ഇന്ന് വീണ്ടും ഗ്യാപ്പ് 2 or 3 ഗ്യാപ്പാണ് ഇവിടെ തന്നേക്കുന്നത്. സോ അത് സൈനാണ്, തേർഡ് വേവിൻ്റെ സൈനാണ്. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ വേവ് എന്ന് പറഞ്ഞാൽ തേർഡ് വേവിൻ്റെ സൈൻ തന്നെയാണ് ഇതൊക്കെ ഗ്യാപ്പപ്പ് എന്ന് പറഞ്ഞാൽ. അതാ ഞാൻ പറഞ്ഞത്, എപ്പോഴും ഏത് ചാർട്ട് നിങ്ങൾ നോക്കിയാലും അതിൽ കയറാനാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് വേവിൽ തന്നെ എൻ്റർ ചെയ്യുക, ബുള്ളിഷ് കാൻഡിൽ നോക്കിയിട്ട്, ആൻഡ് തേർഡ് വേവ് ഫുൾ എൻജോയ് ചെയ്യുക. പക്ഷേ അത് എക്സ്റ്റെൻഡ് ഉണ്ടാവണം. എക്സ്റ്റെൻഡ് എപ്പോഴാവുക അത് നിങ്ങൾക്ക് സ്ലോലി മനസ്സിലാകും. നിങ്ങൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ അത് നിങ്ങൾക്ക് അതൊക്കെ അല്ലോ. അത് ഈവൻ 15 മിനിറ്റ്സിലല്ല, 1 മിനിറ്റ് 5 മിനിറ്റ്സിലും അങ്ങനെ തന്നെയാണ്. മനസ്സിലായോ? 1 മിനിറ്റും 5 മിനിറ്റിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ അതിൽ അത്ര പ്രോഫിറ്റ് കിട്ടത്തില്ല. ഈ 15 മിനിറ്റ്സിൽ അടിപൊളി, 30 മിനിറ്റ്സ് ആൻഡ് 1 hour ആൻഡ് 1 day എന്ന് പറഞ്ഞാൽ തകർക്കും. നിങ്ങൾ ഇപ്പം നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് അറിയാമോ? ആസ് പെർ മീ നമ്മളിവിടെ ചെയ്യുന്നത് പ്രാക്ടീസാണ്. ഞാനിപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്നത് അതൊക്കെ എല്ലാം പ്രാക്ടീസ് ബേസിലാണ്. സോ നിങ്ങളിപ്പോൾ പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഇൻ ഫ്യൂച്ചർ നിങ്ങൾ ഈ എലിറ്റ് വേവ് തിയറി നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് എല്ലാം ചാർട്ടിൽ നിങ്ങൾക്ക് ഇത് പ്ലേ ചെയ്യാൻ പറ്റും. ഏത് ചാർട്ടായാലും വേൾഡിന് നമ്മുടെ വേൾഡിൽ ഇവിടെ ഏത് ചാർട്ടല്ലേ, ഇവിടുത്തെ ചാർട്ടായാലും അതിലെല്ലാത്തിനും ഇത് വർക്ക് ചെയ്യും. എലിറ്റ് വേവ് എന്ന് പറയുന്ന ഈ തിയറി എല്ലാത്തിനും വർക്ക് ചെയ്യും. ഓക്കെ, സോ നന്നായിട്ട് പഠിച്ചോളും. ട്രേഡ് എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് പേടിയുണ്ടാകും. ഈവൻ എനിക്കായാലും നമ്മുടെ വലിയ പ്ലെയേഴ്സ്, നമ്മൾ ട്രേഡ് ചെയ്യുന്ന ആളുകൾ ആർക്കായാലും ഈ ഇങ്ങനത്തെ വേവിൽ നമുക്ക് ടെൻഷൻ ഉണ്ടാകും, പേടി ഉണ്ടാകാന്ന് വെച്ചാൽ അത്രയ്ക്ക് ഇതായിട്ട് പോകുള്ളൂ മുകളിലേക്ക്. നമ്മൾ വെയിറ്റ് ചെയ്യും. ഞാനൊക്കെ ഇപ്പോൾ ഇവിടെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. താഴേക്ക് വന്ന് സപ്പോർട്ടിൽ വന്നാലും നമ്മൾ ബൈ ചെയ്യും. മനസ്സിലായോ? കാരണം നമുക്കറിയാം ഇനി ഡിപ്പ് വന്നാലും അത് ബൈയിങ് ആകും. സോ നമ്മൾ അങ്ങനെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ടോപ്പിൽ ചെന്ന് നമ്മൾ ബൈ ചെയ്യേണ്ട, അത് മണ്ടിത്തരാണ്. ഇപ്പോൾ ഇന്നെന്തായി, ഇത് കണ്ടോ, റെസിസ്റ്റൻസ് എടുത്ത് താഴെ വന്നിട്ട് വീണ്ടും ഇന്നത്തെ ഫസ്റ്റ് ലോ ബ്രേക്ക് ചെയ്തു ആൻഡ് വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകാൻ തുടങ്ങി. ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ആയപ്പോൾ തന്നെ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു, 23,070 അബവ് പ്രൈസ് സസ്റ്റെയിൻ ആയാൽ വീണ്ടും ബുള്ളിഷ് ആകും. കമൻറ്റ് സെക്ഷൻ ഞാൻ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു. ആൻഡ് ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൈസ് പോയി 23,150 ആയപ്പോൾ ഞാൻ പറഞ്ഞു ബുക്ക് ചെയ്ത് മാറുക. എവിടെയും ഇനി നോക്കാനൊന്നുമില്ല. കാരണം നമ്മൾ 22,070 to 23,150 വരെ ഗ്രാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നും വേണ്ട. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ വലിയ പ്രീമിയം ഒന്നും കയറത്തില്ല. പിന്നെ പ്രീമിയം അധികം കയറാനൊന്നും ഇല്ല. ഇവൻ അവിടുന്ന് 50 points 80 points മുകളിലേക്ക് പോയി. ബട്ട് നമ്മുടെ ഇവിടുന്ന് നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. സോ അങ്ങനെയാണ് നമ്മൾ നോക്കത്തുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പ്ലീസ് തിരക്ക് പിടിക്കണ്ട, സ്ലോലി ട്രാക്ക് ചെയ്യുക, നോക്കുക, പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസാണ് മെയിൻ. പ്രാക്ടീസ് 1-2 പ്രാവശ്യം കണ്ടാലും വീഡിയോ 1-2 പ്രാവശ്യമല്ല, വീഡിയോ ഒത്തിരി തവണ കണ്ടുകൊണ്ടിരിക്കണം. ഈ നമ്മുടെ ഇതിൻ്റെ വീഡിയോ ഉണ്ടല്ലോ, എലിറ്റ് വേവിൻ്റെ 3 വീഡിയോസാണ്. 3 വീഡിയോസ് പല ഡിസ്കഷൻ ഞാൻ ചെയ്തേക്കാനാണ്. കാരണം ഒറ്റയടിക്ക് വീഡിയോ ഉണ്ടായിരിക്കുമ്പോൾ 1 മണിക്കൂറായിരിക്കും ആ വീഡിയോ. നിങ്ങളിപ്പോൾ 10-15 മിനിറ്റ് വീഡിയോ നിങ്ങൾ ഫുള്ള് കാണുന്നില്ല. ഐ തിങ്ക് ആരും കാണുന്നില്ല ആ വീഡിയോ. 15 മിനിറ്റ്സ് തന്നെ ഇപ്പോൾ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ടിക്കാൻ തന്നെ ഫുൾ ആരും കാണത്തില്ല. സോ അതാണ് ഞാൻ 3 പാർട്സ് ആയിട്ടുള്ള അങ്ങനെ വീഡിയോ ഇട്ടേക്കാനാണ്. 1 മണിക്കൂർ ഇട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആളുകൾ സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. എന്നാൽ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടുന്നത്. കാരണം അങ്ങനത്തെ ഒരു തിയറിയാണത്, ജെന്വൻ തിയറിയാണ്, മാർക്കറ്റിൽ ജെന്വൻ തിയറി. ഇപ്പോൾ ഇന്നലെ അല്ലല്ലോ, ഞാൻ ഇത്ര മാസമായിട്ട് ഞാനിപ്പോൾ ഈ തിയറി നിങ്ങളുടെ കൂടി ഷെയർ ചെയ്യുന്നു. ഐ തിങ്ക് ജനുവരി മുതൽ ഞാൻ എന്തായാലും പെർമനൻ്റ്ലി ഞാൻ ഈ തിയറി നിങ്ങളുടെ കൂടി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നേ ഞാൻ ഈ തിയറി എലിറ്റ് വേവ് എന്ന് പറഞ്ഞിട്ടില്ല. ബട്ട് ബാക്കി അതിൻ്റെ ബേസ് തന്നെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തായിരുന്നു. എലിറ്റ് വേവ് ജനുവരി 1 മുതൽ ഞാൻ ഐ തിങ്ക് എലിറ്റ് വേവ് തിയറികൾ കൂടി ഷെയർ തുടങ്ങി. ആൻഡ് പെർഫെക്റ്റായിട്ട് അതിൻ്റെ ഓരോ ബേസും ബോട്ടം ഇപ്പോൾ ഫൈൻഡ് ചെയ്യാം, വേവ് എങ്ങനെയൊക്കെ വരും, 1, 2, 3rd വേവ് ഒക്കെ. ഇനി ഇതിനകത്ത് 3rd വേവ് കംപ്ലീറ്റ് ആയി പിന്നെ 4th ഫോൾ വരും, പിന്നെ 5th പോകും മുകളിലേക്ക്. അങ്ങനെയൊക്കെ ഇനിയുണ്ട്. സോ ട്രാക്ക് ചെയ്തു. ഇപ്പോൾ ഇത് 15 minutes ടൈം ഫ്രെയിമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് എന്തോരം കാണാൻ കിടക്കുന്നു ഇതിനകത്ത്. സോ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആരും. ഓക്കെ, ഇനി സമയം കളഞ്ഞാൽ വേഗം ഞാൻ ബാക്കി ആരാ ഡിസ്കസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇൻ കേസ് ഇതിൻ്റെ ആ പ്രൈസ് പോയാൽ നെക്സ്റ്റ് 22,250 തന്നെ വരുന്നതാണ്. സഡൻ റെസിസ്റ്റൻസ് വരും 22,250. നമുക്ക് ബാക്കിൽ പോയി, കാരണം ഫിബനാച്ചിയുടെ റെസിസ്റ്റൻസ് പിന്നെ ഒത്തിരി ദൂരെയാണ്. 22,000
50. ഓക്കെ, അതുകൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റെസിസ്റ്റൻസ് നമ്മൾ ഇത് ചെയ്തായിരിക്കും 23,300. ഇൻ കേസ് അതിൻ്റെ അബവ് കൂടി പോയാൽ ഇത് ഇത്രയൊക്കെയാണ്. ഓക്കെ, 388 വരെ അത്രേ ഉള്ളൂ. ഐ തിങ്ക് ഒരു സിംഗിൾ ഡേയിൽ നാളത്തേക്ക് മാക്സിമം മൂവ്. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ഒക്കെ സ്ലോലി താഴേക്ക് വരാനുള്ള ചാൻസ് ഉണ്ടെങ്കിൽ ഇവിടെ വരെ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ പിന്നെ വീണ്ടും ബൈ കണ്ടിട്ടാകും. ഓക്കെ, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ഡൗൺ ആയി പിന്നെ താഴേക്ക് വരും. ബട്ട് അത് ഫോർത്തിൻ്റെ അല്ല, തേർഡിൻ്റെ തന്നെ ആയിരിക്കും. തേർഡ് ഈ ചാനലിൻ്റെ അകത്ത് തന്നെയാണ് ഫുൾ. തേർഡിൻ്റെ തീരാനുള്ള ഒരു സിഗ്നൽ ഇപ്പോൾ കാണുന്നില്ല, മനസ്സിലായോ? തേർഡ് വേവ് തീരാനുള്ള ഒരു സിഗ്നൽ ഇപ്പോൾ ഒന്നും നമുക്ക് ചാർട്ടിലൊന്നും കാണുന്നില്ല. തേർഡ് എയർ വേവ് ക്യാച്ച് ചെയ്യും. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിമിൽ സപ്പോർട്ട് എനിക്ക് ഇത് തന്നെ കാണുന്നുള്ളൂ. പിന്നെ ഈ ഒരു ഗ്യാപ്പ് ഇത് ഫുൾ സപ്പോർട്ടായിട്ട് മാറുകയുള്ളൂ. ഈ ഗ്യാപ്പ് ഫുൾ സപ്പോർട്ടായിട്ട് മാറുകയുള്ളൂ ഇൻ കേസ് പ്രൈസ് താഴേക്ക് വന്നാൽ. ഓക്കെ, ഇതൊരു സപ്പോർട്ടാണ്. ഇതിൻ്റെ ലോ കൂടി സപ്പോർട്ടാണ്. യെസ്, ഇതൊക്കെ സപ്പോർട്ടാണ് ഇതൊക്കെ എല്ലാം. ഓക്കെ, വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നമ്മുടെ ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഒരു പ്രത്യേകിച്ച് അത് പറയാനില്ല. ബാങ്ക് നിഫ്റ്റി പോകാം. ബാങ്ക് നിഫ്റ്റി തന്നെ കണ്ടോ? ബാങ്ക് നിഫ്റ്റിക്ക് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞാൽ ABC സ്ട്രക്ചറിൽ സി വേവ് ആണ്. സി വേവ് ഓൺ ഗോയിങ് ആണ്. ഒരു വീക്ക്നെസ് ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഷോ ഓഫ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഐ തിങ്ക് ട്രാപ്പിൻ്റെ ഒരു ഷോ ഓഫ് ആണ് ഇതിൻ്റെ ഇത്. ഓക്കെ, തേർഡ് വേവ് തന്നെയാണ്, ഒന്നുമില്ല. തേർഡ് വേവ് അല്ല, സോറി, സി വേവ് ആണ് ഇതിൻ്റെ. ഇതിന് സി വേവ് ആണ് ഞാൻ പറഞ്ഞേക്കുന്നത് കേട്ടോ. സി വേവ് ആണ്. തേർഡ് വേവ് ആൻഡ് സി വേവിൽ വ്യത്യാസമുണ്ട്. അത് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ സെപ്പറേറ്റ്ലി ഒരു വീഡിയോ ഉണ്ടാക്കേണ്ടി വരും. അത്ര വലിയൊരു ഇഷ്യൂ ആയി പോകും. ഇൻ ഷോർട്ട് എന്ന് പറഞ്ഞാൽ, ഇൻ ഷോർട്ട് വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇതിനകത്ത് തേർഡ് വേവിൻ്റെ സൈൻ എങ്ങനെ ആയിരിക്കും എന്നറിയാമോ? ഇത് ഇവിടെ നിന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്. ഇത് എ ആയിരിക്കും, ബി ആയിരിക്കും. 0യുടെ ഇത് ലോ കട്ട് ചെയ്തിട്ടാണ് പ്രൈസ് മുകളിലേക്ക് തിരിച്ച് കയറുകയുള്ളൂ. മനസ്സിലായോ? ഇതിൻ്റെ പ്രൈസ് ഇവിടുന്ന് ബ്രേക്ക് ചെയ്ത് പിന്നെ തിരിച്ച് കയറുള്ളൂ. അത് പൊക്കുന്നത് അത് പൊക്കുന്നത് ഐ തിങ്ക് 101% ഓൺ 127% ആണ് ഇത് പൊക്കിയേക്കുന്നത്. ഇവർ 101% ആണ് നമ്മുടെ കാൽക്കുലേഷനിൽ നമ്മളിത് പറയാറുള്ളൂ. കണ്ടോ? 101% ആണ് ഈ പ്രൈസ് പൊക്കിയേക്കുന്നത്. ഈ റേഷ്യോ നിങ്ങളുടെ ഇതിനകത്ത് ഫിബനാച്ചിയിൽ ആഡ് ചെയ്തിട്ട് 101.00%. കണ്ടോ? ഇവിടെ നിന്നാണ് ഇവർ പൊക്കിയേക്കുന്നത്. കറക്റ്റ് നമ്മുടെ റേഷ്യോ ഇത് തന്നെ 101.0%. ഇത് നോർമലി ആരും പറഞ്ഞു തരത്തില്ല. 127% മാത്രമേ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. 101.0% ഇത് നമ്മുടെ ഇൻട്രാഡേ 1 മിനിറ്റ് ചാർട്ടിലും ഇത് ആക്റ്റീവ് ആകും. സോ ഇത് നിങ്ങളുടെ ചാർട്ടിൽ എപ്പോഴും ആഡ് ചെയ്ത് വെച്ചോളൂ. സോ ഇവിടെ നിന്നായിരിക്കും ഇവർ പ്രൈസ് നോക്കുക. ദാറ്റ് മീൻസ് ഈ ലോ ബ്രേക്ക് ചെയ്യും, എല്ലാവരും ഇവരുടെ എസ് എൽ എടുക്കും. ആൻഡ് ഇതിൻ്റെ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡേ ലോ ബ്രേക്കായി ആളുകൾ പുട്ടിൽ കയറും. സോ ഇവരുടെ എസ് എല്ലും പോയി, പുട്ടുകാരുടെ എസ് എൽ പോയി, ആൻഡ് പ്രൈസ് ഷൂട്ട് ചെയ്യും, തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഷൂട്ട് ചെയ്യും. ഇത് മറ്റേ രീതിക്കും ഇങ്ങനെ അപ്പ് സൈഡും ഡൗൺ സൈഡ് ബോത്ത് സൈഡ് വർക്ക് ചെയ്യും. സോ എപ്പോഴും ശ്രദ്ധിക്കാം. 101% ഇവർ പൊക്കുവാണെങ്കിൽ റിവേഴ്സ് അടിക്കും, മറ്റു സൈഡിലേക്ക് റിവേഴ്സ് അടിക്കും. അത് ഭയങ്കര സ്പീഡിൽ പോകും. പിന്നെ അടിപൊളി ടാർഗറ്റ് ആയിരിക്കും. 127% ആണ് അതിൻ്റെ ടാർഗറ്റ് കാര്യങ്ങൾ. ഓക്കെ, ഇതൊക്കെ ഒത്തിരി സീക്രറ്റ്സ് ഉണ്ട് മാർക്കറ്റിൽ. അതൊക്കെ ഞാൻ ഷെയർ ചെയ്യും. ബട്ട് നിങ്ങളും ഷെയർ ചെയ്യണം. ഞാനിവിടെ വീഡിയോയിൽ ഷെയർ ചെയ്യണതാണ്, നിങ്ങൾ എൻ്റെ ചാനൽ ഷെയർ ചെയ്യണം. നിങ്ങളെല്ലാവരും ചാനൽ അധികം ഷെയർ ചെയ്യുന്നില്ല കേട്ടോ. എല്ലാവരും കൂടി ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഗ്രൂപ്പ്സിലും ഫ്രണ്ട്സിലും കലീഗ്സിലും എല്ലാത്തിനും ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ നമ്മുടെ. ഓക്കെ, അവരും അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോഴല്ലേ ഞാനും അഗ്രസീവായിട്ട് പല വീഡിയോസ് ഉണ്ടാക്കും, ഡിഫറെൻറ്റ് വീഡിയോസ് ഉണ്ടാക്കും. ലേണിംഗ് വീഡിയോസ് ഞാനിപ്പോൾ 1 month ആയിട്ട് ഉണ്ടാക്കണില്ല. കുറച്ച് നോമ്പായതുകൊണ്ടാണ്. പിന്നെ എനിക്ക് കുറച്ച് ടൈം ഇത്തിരി ബിസിയാണ്. നെക്സ്റ്റ് മന്ത് ഞാൻ ഫ്രീ ആകുമ്പോഴത്തേക്കും ഉണ്ടാക്കാം. ബട്ട് നിങ്ങൾ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യണം. നിങ്ങളുടെ ഗ്രൂപ്പ്സിൽ കലീഗ്സിൽ ഫ്രണ്ട്സ് ആരൊക്കെ ട്രേഡ് ചെയ്യുന്നത് അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് മാത്രമല്ല, ലേണിംഗ് വീഡിയോസ് ഇഷ്ടംപോലെ ഉണ്ട്, അതാണ് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. ഓക്കെ, സോ ഇത് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നു. സീഡ് എക്സ്റ്റൻഷനിലാണ് പ്രൈസ് പോകുന്നത്. ഇതിൻ്റെ നമ്മളിവിടെ കൗണ്ട് ചെയ്യുകയാണെങ്കിൽ ഇവരിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കും 1 2 3 4 and 5 ഫുൾ തന്നെയാണ്. ഇത് എക്സ്റ്റെൻഡഡിൽ കിടക്കുന്നു. ഓക്കെ, ഇതിനകത്ത് കോഷ്യസ്ലി ട്രേഡ് ചെയ്യണം. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണ്, ഇതിനകത്ത് കോഷ്യസ്ലി ട്രേഡ് ചെയ്യണം ബാങ്ക് നിഫ്റ്റിയിൽ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 50,000 ഞാൻ ഇന്നലെയും പറഞ്ഞു, 50,000 ആണ് ഇതിൻ്റെ ടാർഗറ്റ്. മെയിൻ അവർ അടിച്ചു കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി ട്രാപ്പ് ചെയ്യാൻ വേണ്ടി അവർ ഇവിടെ അണ്ടിനാലുള്ള ഇനി സി വേവിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഐ ഡോണ്ട് തിങ്ക് സോ യൂട്യൂബിൽ ആരെങ്കിലും പറഞ്ഞു തരുമോ ഇത് ഈ കാര്യം. സി വേവിൽ മാത്രം, തേർഡ് വേവ് അല്ല, സി വേവിൽ മാത്രം എൻഡിങ് ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കും ഇവർ. മനസ്സിലായോ? ശ്രദ്ധിച്ചു വെച്ചോളൂ. നിങ്ങൾ എൻ്റെ റെഗുലർ വ്യൂവേഴ്സ് എന്തായാലും അത് നോട്ട് ചെയ്ത് വെച്ചു. ബാക്കി നോട്ട് ചെയ്യുന്നില്ല എനിക്കറിയില്ല. കാരണം വെച്ചാൽ എല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ടെന്നാണ്
റെഗുലർ വ്യൂവേഴ്സ് മസ്റ്റ്. ഇപ്പോൾ ഇതിനകത്ത് ഇത് കാണുന്നുണ്ട്, ബട്ട് ആയിട്ടില്ല, ഫോർമേഷൻ ആയിട്ട്. കാരണം വെച്ചാൽ എൻഡിങ് ഡയലിൽ ഫൈവ് മൂവ്സ് ആണ്. എൻഡിങ് ഡയലിൽ 5 മൂവ്സ് ആണ്. നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇത് 1 പ്രൈസ് 2 3 4 ഇനി 5 കിടക്കുന്നുണ്ട്. 5 ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. എൻഡിങ് ഡയലിൽ ഫോം ചെയ്യില്ല എന്ന് നോക്കണം ആദ്യം. ഇത് ഫോം ആയിട്ടില്ല ഇതുവരെ. ഓക്കെ, സോ ഇൻ കേസ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ പോസിറ്റീവ് ഓപ്പണിംഗ് ആണ് 5 കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ ഇത് 4th ആണ്. ഇപ്പോൾ ഇവിടുന്ന് 1 2 3 4th ആണ് കംപ്ലീറ്റ്. അപ്പോൾ പോസിറ്റീവ് ഓപ്പണിംഗ് ആണെങ്കിൽ പ്രൈസ് വീണ്ടും 5 കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ബ്രേക്ക് ഡൗൺ തരുമോ, എങ്ങനെയാണ്, അതാണ് ഇനി നോക്കാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് സ്ട്രക്ചർ കംപ്ലീറ്റ് അല്ല. എൻഡിങ് ഡയലിൽ പാറ്റേൺ ഫോമായി, ബട്ട് അതിൻ്റെ 5 മൂവ്സ് കംപ്ലീറ്റ് അല്ല. അതെല്ലാം റൂൾസാണ്, മനസ്സിലായോ? അതിൻ്റെയും റൂൾസാണ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇനി ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ബാക്കി റെസിസ്റ്റൻസ് ലെവൽ ഇതിനകത്ത് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. വീക്ക്നെസ് ഇതിൻ്റെ ബിലായിരിക്കുള്ളൂ. ഇതൊരു സപ്പോർട്ടാണ്. ഓക്കെ, പിന്നെ ഇവിടെയും ചെറിയ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇതിൻ്റെ ലോ ഇതും സപ്പോർട്ടാണ് 49,666. ഓക്കെ, ഇനി ബുള്ളിഷ്നെസ് വരുവാണെങ്കിൽ ഇതിൻ്റെ 52,218 അബവ് വരുള്ളൂ. ഇൻ കേസ് നാളെ ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഇതിവിടെ തന്നെ ഗ്യാപ്പ് അപ്പ് ആക്കിയിട്ട് ചിലപ്പോൾ പ്രൈസ് സ്റ്റക്ക് ആവും. അപ്പോൾ 5 മൂവ്സ് കൂടി കംപ്ലീറ്റ് ആയി. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി വേഗം നമുക്ക് സെൻസെക്സിൽ കിടക്കാം. വീഡിയോ ഞാൻ ഒത്തിരി ലോങ് ഉണ്ടാക്കണില്ല, എനിക്കും വയ്യ ഒത്തിരി ലോങ് ഉണ്ടാക്കാനുള്ളത്. സെൻസെക്സിൽ നോക്കിക്കോ, ഇന്നലെ ഞാൻ ഇത്രയ്ക്ക് ലെവൽസ് ഞാൻ ഗ്യാപ്പ് അപ്പ് ആക്കിയിട്ട് അത് തന്നെ നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് ഇതും. ഓക്കെ, സ്റ്റാൻഡേർഡ് ഫിബൊനാച്ചി ഒക്കെ തകർക്കുന്നുണ്ട്. ഇതൊക്കെ എല്ലാം അടിപൊളി സൂപ്പർ മൂവ്സാണ് ഇതൊക്കെ എല്ലാം. ഇപ്പോൾ ചെറിയ വിഷമം ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട. നമ്മൾ ഈ സ്റ്റാർട്ടല്ലേ ചെയ്യുന്നുള്ളൂ. നിങ്ങൾ നമ്മുടെ ഇതിലേക്ക് നമ്മുടെ ഇതിൻ്റെ എലിറ്റ് വേവിൻ്റെ പഠിക്കാൻ സ്റ്റാർട്ടല്ലേ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു ലെവൽസ് പഠിക്കാനല്ലേ ഉള്ളൂ. കിടക്കുന്നു, ഇഷ്ടം പോലെ ടൈമുണ്ട്. പഠിച്ചോ, ഒന്ന് ശ്രദ്ധിച്ചോ, ഇനി പ്രാക്ടീസ് ചെയ്തോ, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഇതിൻ്റെ ഐ തിങ്ക് ചാനൽ ഇതാണ്. ഞാൻ സെൻസെക്സിൽ അതിന് ട്രേഡ് ചെയ്യാറില്ല. ഭയങ്കര ഒത്തിരി വോളറ്റൈലാണ്. നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് മാത്രമേ ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ലെവൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാറുള്ളൂ കേട്ടോ. സോ ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന ഈ ഒരു സ്ട്രക്ചറാണ്. സപ്പോർട്ട് സോൺ ഇതായിരിക്കും. ഈ സ്ട്രക്ചർ ഇതിൻ്റെ ഈ ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് പറയാം ഇത് 4th വേവിലേക്ക് എൻറ്റേർഡ് ആവാൻ ഒരു ചാൻസ് ഉണ്ടാകും. അപ്പോഴും ചാൻസ് ഉണ്ടാവുള്ളൂ എന്ന് പറയാം കേട്ടോ. റെസിസ്റ്റൻസ് ഇതാണ്. ഇതിൻ്റെ അബവ് റെസിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ ബാക്ക് ടെസ്റ്റ് ഇത് റെസിസ്റ്റൻസ് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ ഇത് OB ആണ്, ഓർഡർ ബ്ലോക്കാണ്. റെസിസ്റ്റൻസ് ഇതായിരിക്കും. ഓക്കെ, അതുകൂടി ബ്രേക്ക് ആയി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ്, പിന്നെ ഇത് ഇവിടുന്ന് നല്ല ഹ്യൂജ് ഫോൾ വന്നതാണ്. ഓക്കെ, മതിയല്ലോ. ഇനി പ്രൈസ് ടയേർഡായി. പ്രൈസ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടയേർഡായി, ബട്ട് ഗ്യാപ്പ് അപ്പിലാണ് അവർ കൂടുതൽ കൊണ്ടുപോകുള്ളൂ. അതാണ് ഇതിൻ്റെ പവർ, നമ്മുടെ 3rd വേവിൻ്റെ പവർ കേട്ടോ. സോ ബാക്കി ഇതിനകത്തൊന്ന് പറയുകയാണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ പോകാം. മിഡ് ക്യാപ് സെലക്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇന്നലെ ഞാൻ നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ പറഞ്ഞായിരുന്നു ഇത് എൻഡിങ് ഡയലിൽ പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. ഇത് വേറെ ആയിരുന്നു, ശ്രദ്ധിച്ചോ. ഇതിൻ്റെ അനലൈസിസ് ഒന്നുകൂടി പോയി കാണണം എല്ലാവരും കൂടി. എൻഡിങ് ഡയലിൽ പാറ്റേൺ ഫോം ആയിട്ടുണ്ട്. പ്രൈസ് ഇനി തീരാറായി ഇതിൻ്റെ. സോ അവർ എന്ത് ചെയ്ത് ഗ്യാപ്പ് അപ്പ് ഇട്ടു, ബട്ട് പ്രൈസ് എൻഡിങ് ഡയലിൽ പാറ്റേൺ ആയത് ഫേക്ക് ബ്രേക്ക് ഔട്ട് കാണിച്ചിട്ട് പ്രൈസ് താഴെയാണ്. ഇതിൻ്റെ അനലൈസ് സെപ്പറേറ്റ്ലി ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു. ഇത് പ്രൈസ് ഇപ്പോൾ വീക്കായി എൻഡിങ് ഡയലിൽ പാറ്റേൺ. കാരണം എന്ന് വെച്ചാൽ ഈ സംഭവം ഇത് ഇവിടുന്ന് സ്റ്റാർട്ടായിട്ട് 1 2 ആൻഡ് ഇവിടുന്ന് 3rd വേവ് ഇതിൻ്റെ റെലി സ്റ്റാർട്ടായതാണ്. തേർഡ് വേവിൻ്റെ റെലി. സോ അത് എൻഡിങ് ഡയലിൽ പാറ്റേൺ ആയി ഫോമായി ആൻഡ് ദെൻ വീക്ക്നെസ് ആണ് അത് കാണിച്ചത്. ഓക്കെ, ഗ്യാപ്പ് അപ്പ് ആയിട്ടും പ്രൈസ് താഴേക്ക് തന്നെയാണ്. ഇനി നെക്സ്റ്റ് എന്താണ്, അതല്ലേ നമുക്ക് ഇനി പറയാനുള്ളത്. നെക്സ്റ്റ് എന്താണ് ഇതിനകത്ത്? നെക്സ്റ്റ് എന്താണ്? സ്റ്റിൽ 3rd വേവ് തന്നെയാണ്. 4th ഒന്നുമില്ല ഡിസ്കഷൻ ഇതിനകത്ത്. ഓക്കെ, റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് ഇത് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബാക്കി ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യാം, താഴത്തെ ലെവൽസ്. നെക്സ്റ്റ് ബുള്ളിഷ് ഇതിൻ്റെ അബവ് ആവണം. ഓക്കെ, ബിയറിഷ്നെസ് ഒന്നും ഇല്ല. യെസ്, ഇതിൻ്റെ ബിലോ മാത്രമേ ഫർദർ ഫോളുള്ളൂ. ഇതിൻ്റെ അകത്ത് ആണെങ്കിൽ ടൈം പാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കൺസോളിഡേഷൻ ആണ് എനിക്കിപ്പോൾ ഇതിനകത്ത് കാണുന്നത്. വലിയ മൂവ് ഒന്നും കാണുന്നില്ല. 1 2 3 തന്നെയാണ്. അതിൻ്റെ സ്മോൾ സ്ട്രക്ചർ നോക്കുവാണെങ്കിൽ ഇതാണ് ലോ. സോ 1 2 ഇത് ഫുൾ 3 4 ആൻഡ് 5. ഇത് ലിമിറ്റഡ് ആണ് ഇപ്പോൾ പറയാനുള്ളത്. ലിമിറ്റഡ് ആണ്. കൂടുതൽ അപ്പ് മൂവ് ഇല്ല. ബട്ട് യെസ്, ഈ സ്ട്രക്ചർ ഇത് കണ്ട ഇന്നത്തെ ഡേ ലോ ആൻഡ് ഹൈ അതാണ് കൂടുതലായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ഇന്നത്തെ ഡേ അബവ് പോയാൽ കുറച്ചുകൂടി ബുള്ളിഷ്നെസ് ഉണ്ടാവും. ലോ ബ്രേക്ക് ചെയ്താൽ പിന്നെ വീക്ക്നെസ് തുടങ്ങും.
ഓക്കെ, ഡെയിലി ടൈം ഫ്രെയിമുകളൊന്ന് 1 അവർ നോക്കട്ടെ. ഇതിൻ്റെ 1 അവറിൽ യെസ്, 1 അവർ നല്ല ബിഗ് ഈ ഹ്യൂജ് ക്യാൻഡിലുണ്ട് കണ്ടോ. സോ അത് തന്നെയാണ് നമുക്ക് നോക്കാനുള്ളത്. സോ ഇന്നത്തെ ഡേ ഹൈ ആൻഡ് ഇന്നത്തെ ലോ അക്ക മേജർ റെസിസ്റ്റൻസ് ആൻഡ് മേജർ മൂവ് ഇതിൻ്റെ അബവ് തന്നെ കിട്ടുകയുള്ളൂ. ഇതിൻ്റെ ഡേ ഹൈയുടെ അബവ് ആൻഡ് ഡേ ലോയുടെ അബവ് ഈ ക്യാൻഡിലിൻ്റെ ലോ ആൻഡ് ഹൈ മാർക്ക് ചെയ്യുക. അപ്പോഴാണ് കുറച്ചുകൂടി നമുക്ക് എന്തെങ്കിലും ഒരു മൂവ് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഈ ക്യാൻഡിലകത്താണെങ്കിൽ കൺസൾട്ടേഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്ന് അത് തന്നെയാണ് ഇതിനകത്ത് നടന്നത്. ഓക്കെ, വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് എനിക്കൊന്നും പറയാനില്ല കേട്ടോ. റെസിസ്റ്റൻസ് ഇനി ഫർദർ റെസിസ്റ്റൻസ് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് തരാം. നെക്സ്റ്റ് റെസിസ്റ്റൻസ് ഇതായി. ഓക്കെ, ഇൻ കേസ് അതിനകത്ത് കൂടി പോയാൽ പിന്നെ റെസിസ്റ്റൻസ് പറഞ്ഞത് ഇതായിരിക്കും, മേജർ റെസിസ്റ്റൻസ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ ഇനി പറയാനുള്ളത്. നമ്മുടെ വീഡിയോ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. മാക്സിമം ഷെയർ ചെയ്യുക. താങ്ക് യു.